പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേക്ഷിതരിൽ. ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേക്ഷിതരിൽ. ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ പാവനറൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. നമ്മുടെ കർത്താവും ദൈവവുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധ നാമത്തിന് എന്നും എപ്പോഴും എല്ലായിടങ്ങളിലും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ഒരുക്കത്തിൻ്റെ 8ാം നാളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നാളെ പെന്തക്കുസ്ത തിരുനാളാണ്. ഏറ്റവും അടുത്ത ഒരുക്കത്തിൻ്റെ ദിവസമാണ് ഇന്ന്. ഇതുവരെ നടന്ന ഈ ശുശ്രൂഷയെക്കുറിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ നമുക്കുണ്ടായ അനുഗ്രഹങ്ങളെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാം. സങ്കടങ്ങളെ അവൻ്റെ കുരിശോട് ചേർത്ത് നമുക്ക് സമർപ്പിക്കാം. എന്നോട് അച്ചോ ലോക്ക്ഡൗൺ നീട്ടിയല്ലോ എന്ന് ചോദിച്ചവരോട് ഞാൻ പറഞ്ഞു, നല്ലതിനല്ലേ, നല്ലതിനല്ലേ. പക്ഷെ എല്ലാവർക്കും അത്ര നല്ലതാണോ എന്ന് ചോദിച്ചാൽ വരുമാന മാർഗങ്ങളെക്കുറിച്ചൊക്കെ ആശങ്കയുള്ളവരുണ്ട് അല്ലേ. അന്നന്ന് കിട്ടുന്നത് കൊണ്ട് ജീവിതം പുലർത്തിയിരുന്നവരുണ്ട്. അവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്, പ്രശ്നങ്ങളുണ്ട് സ്വാഭാവികമായും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നല്ലതിനാണോ അല്ലയോ, നല്ലതിനാണ്, സംശയമില്ല. ഇനിയിപ്പം നല്ലതിനല്ലെന്ന് നമുക്ക് തോന്നുവാണെങ്കിലുണ്ടല്ലോ, ഇപ്പം നിങ്ങൾക്ക് തോന്നുകയാണ്, നിങ്ങൾ വ്യക്തിപരമായി ഓരോരുത്തരെയും ബാധിക്കുന്ന വിഷയങ്ങളല്ലേ ഇതൊക്കെ. അപ്പോൾ വ്യക്തിപരമായിട്ട് നമുക്ക് തോന്നുകയാണ് ഇതത്ര നല്ലതിനാണോ എന്ന് സംശയം തോന്നിയാൽ റോമ 8:28 പറഞ്ഞ് പ്രാർത്ഥിക്കണം. റോമ 8:28 അത് പറഞ്ഞ് പ്രാർത്ഥിച്ചു വേണം. ഇത് ഈ സമയത്ത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ഇത് നല്ലതാണോ, ഇത് നല്ലതിനാണോ എന്ന് സംശയം തോന്നുന്നു. അതായത് പാപമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മറ്റ് ചില നമ്മളെ ഇങ്ങനെ ചുരുക്കുന്ന, വരിഞ്ഞു മുറുക്കുന്ന അനുഭവങ്ങളൊക്കെ ഇല്ലേ, അത്തരം അനുഭവങ്ങളിൽ ഈ റോമ 8:28 പറഞ്ഞ് പ്രാർത്ഥിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. അതായത് ഇപ്പോൾ നന്മയ്ക്കായിട്ട് ആണെന്ന് നമുക്ക് തോന്നുന്നില്ല, ചിലപ്പോൾ ആയിരിക്കും, പക്ഷെ നമുക്ക് തോന്നുന്നില്ല, നമുക്കതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. ഇത് പറഞ്ഞ് പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്കിത് നന്മയ്ക്കായി നീ മാറ്റിയെടുക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. റോമ 8:28 സങ്കട നേരത്ത് ഇത് പറഞ്ഞ് ഇപ്പോഴത്തെ എല്ലാ അനുഭവങ്ങളും, എൻ്റെ കർത്താവേ ഞാനിപ്പോൾ കടന്നു പോകുന്ന എല്ലാ അനുഭവങ്ങളും നീ എനിക്ക് നന്മയ്ക്കായി മാറ്റിയെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു, നന്മയ്ക്കായി മാറ്റിയെടുക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ റോമ 8:28 പറഞ്ഞ് ലോക്ക്ഡൗൺ എക്സ്റ്റെൻഡ് ചെയ്തതിൻ്റെ ആ വിഷമത്തെ കുറേ പേർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, ഇത് ശരിയാണ് നമുക്കറിയാം. ഇനിയും നമുക്കങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ഇത് ശരിയാണോ എന്നൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഇതങ്ങ് പറഞ്ഞ് പ്രാർത്ഥിച്ചേക്കണം. ശരിയല്ലെങ്കിലും കർത്താവ് ശരിയാക്കിക്കോളൂ. ആ വിശ്വാസത്തോടങ്ങ്
പ്രാർത്ഥിക്കണം. നമ്മൾ ഇന്നലെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽ 3 ധ്യാനിച്ചത്? ജ്ഞാനം, ബുദ്ധി, അറിവ് ധ്യാനിച്ചു അല്ലേ? നമുക്കെല്ലാം ധ്യാനിച്ച് തീർക്കാനുള്ള നേരമില്ല. നമുക്ക് പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നുണ്ടെന്ന് വിശ്വസിച്ച് അങ്ങ് സറണ്ടർ ചെയ്താൽ മതി. അങ്ങ് നമ്മളെ തന്നെ അങ്ങ് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് ഉചിതമായ വഴികളിലൂടെ നമ്മളെ കൊണ്ടുപോകും. ഇന്ന് നമ്മൾ ഫലങ്ങളിൽ 2 ധ്യാനിക്കാൻ പോവാണ്. ഈ ധ്യാനമുണ്ടല്ലോ, ഇത് നാളെയും കൂടി ഉണ്ട്. നാളെ നമുക്ക് രാവിലെ നമുക്ക് ഈ ധ്യാനം ഉണ്ടാകും നിശ്ചയമായിട്ടും. പിന്നെ നമുക്കറിയാം, നിങ്ങൾ ഇതിനകം അറിഞ്ഞിട്ടുണ്ട്, ഷാലോം ടി വിയിലൂടെ 12 മണിക്കൂർ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നാളെ ഞായറാഴ്ച ദിവസം. നിങ്ങളെയൊക്കെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു, പെന്തക്കൊസ്തായുടെ ആ ദിവസം കോവിഡ് ഭീതിയിൽ വലയുന്ന നമ്മുടെ ദേശത്തെ ഒരുപാട് സങ്കടപ്പെടുന്ന മനുഷ്യരെ ഒക്കെ ഓർത്ത് ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കണേ. സമയമൊക്കെ ഉള്ളവർ മുഴുവൻ നേരം ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് നോക്ക്. അല്ലെങ്കിൽ നിങ്ങൾ സമയം എടുക്കുക, നിങ്ങൾക്ക് പറ്റുന്ന കുറച്ച് കൺവീനിയൻറ്റ് സമയമൊക്കെ എടുത്ത് ഇരുന്ന് പ്രാർത്ഥിക്കാൻ ശ്രദ്ധയുള്ളവരാകണമെന്ന് ഓർമ്മിപ്പിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നാളെയും കൂടിയാണ് നമ്മുടെ ഈ ധ്യാനമുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ധ്യാനത്തിൻ്റെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ 9 ദിവസത്തെ നമ്മുടെ വചനവും നമ്മുടെ ശുശ്രൂഷകളും ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടല്ലോ, കുറേ വചനമൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. വചനം വെറുതെ കാണാപ്പാടം പഠിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതിലൊരു നന്മയുണ്ട്. പക്ഷേ അതുകൊണ്ട് അവസാനിക്കരുത്. നമുക്ക് ആ വചനം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, വചനത്തിൻ്റെ അന്തരാർത്ഥങ്ങൾ മനസ്സിലാകണം. അപ്പോൾ ഈ വചനം ഇത് ഉറപ്പായിട്ടുണ്ടാകണം. ഗലാത്യ 5:22 അവിടെയാണ് ഫലങ്ങളെക്കുറിച്ചുള്ളത് അല്ലേ? അത് നമുക്ക് നല്ല നിശ്ചയം ഉണ്ടായിരിക്കണം. ഗലാത്യ 5:22 എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. ഈ ആത്മാവിൻ്റെ ഫലങ്ങളെ അതിൽ 2 എടുത്ത് ധ്യാനിക്കുകയാണ്. ആത്മാവിൻ്റെ ഫലങ്ങൾ, ആ വാക്ക് ചിന്തിച്ച് നോക്കുകയെ. ആത്മാവിൻ്റെ ഫലങ്ങൾ കാലാകാലങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ. എന്താണ് ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ? ഫലം എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഒരു ചെടിയിൽ, ഒരു മരത്തിൽ ഫലം ഫ്രൂട്ട് എപ്പോഴാണ് ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ ഫ്രൂട്ട് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ചെടി വളർന്നു എന്നാണ്. നടുമ്പോഴേ ഫലം ഉണ്ടാകുമോ? അങ്ങോട്ട് വളർന്നു തുടങ്ങുമ്പോഴേ, നാമ്പെടുക്കുമ്പോഴേ ഫലം ഉണ്ടാകുമോ? ഇല്ല. അതിൻ്റെ വളർച്ചയുടെ ആ പ്രോസസ്സിൽ, വളർച്ച മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്ന നന്മയാണ് എന്ത്? ഫലങ്ങൾ. അപ്പം നമ്മളിപ്പോൾ വിചാരിക്കുകയാണ്, അച്ചോ ഞങ്ങൾക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളൊക്കെ അറിയാം, പക്ഷേ എന്തോ ഞങ്ങളിൽ ആ ഫലം ഒന്നും കാണുന്നില്ലല്ലോ. എന്താ കാര്യം? വളരാനുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. വളരാനുണ്ട്. പരിശുദ്ധാത്മാവിൽ നമ്മൾ വളരുമ്പോൾ, ആത്മാവ് നമ്മളിൽ ശക്തി പ്രാപിക്കുമ്പോൾ, ആത്മാവ് ഓരോ കാലത്തും മുന്നോട്ട് പോകുന്നതനുസരിച്ച് നമ്മളെ ടേക്ക് ഓവർ ചെയ്യുമ്പോൾ, ആത്മാവ് നമ്മളെ ആവേശിക്കുമ്പോൾ, നമ്മൾ നിറയുമ്പോൾ ഫലങ്ങൾ പതുക്കെ പതുക്കെ സ്പ്രൗട്ട് ഔട്ട് ചെയ്യും. പുറത്തേക്ക് ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഈ സ്നേഹം, ശാന്തി, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനമൊക്കെ നമ്മളിൽ വരും. അപ്പോൾ ഇല്ലെങ്കിൽ എന്താ അർത്ഥം? ഇപ്പോഴും ആ ബാലാരിഷ്ടതകളിലൊക്കെ നിൽക്കുകയാണ് നമ്മൾ. അതായത് ചെടി ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ പറയത്തില്ലേ, വളമില്ലാത്ത മണ്ണിൽ കൊണ്ട് നട്ട കണക്ക് ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ മുരടിച്ച് നിൽക്കുകയാണ്. വളരാൻ അനുവദിക്ക്. ആത്മാവ് നമ്മുടെ ഉള്ളിൽ വളരാൻ അനുവദിക്ക്. ആത്മാവ് വളർന്നു തുടങ്ങുമ്പോൾ എന്ത് പറ്റും? ഫലങ്ങളുണ്ടായി തുടങ്ങും. അതിൽ പ്രധാനപ്പെട്ട 2 ഫലങ്ങളെ ഇന്നലെ നമ്മൾ ജ്ഞാനം, ബുദ്ധി, അറിവ് ക്ലബ് ചെയ്ത് മനസ്സിലാക്കിയില്ലേ? നമ്മുടെ ഉള്ള സമയത്ത് നമ്മൾ അങ്ങനെ ചിന്തിച്ചില്ലേ? ഇന്നിപ്പോൾ നമ്മൾ അതുപോലെ 2 അത്യാവശ്യം ചേർന്ന് പോകുന്ന 2 ഒരുമിച്ചെടുത്ത് വെച്ച് ചിന്തിക്കുകയാണ്. ഏതൊക്കെയാണെന്നറിയാമോ? അത് സ്നേഹവും ദയയുമാണ്. സ്നേഹവും ദയ അല്ലെങ്കിൽ കരുണ. സ്നേഹം, ശാന്തി, ആനന്ദം, ക്ഷമ, ദയ, നന്മ അല്ലേ? അപ്പോൾ ആ സ്നേഹവും ദയ അഥവാ കരുണ, അത് 2 കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മളിന്ന് ചിന്തിക്കാൻ പോവുകയാണ്. അതിലാദ്യം നമുക്ക് സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം അല്ലേ? സ്നേഹത്തെക്കുറിച്ച് പറയണം. സ്നേഹത്തെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് സ്നേഹം പ്രധാനപ്പെട്ടതാകുന്നത്? വളരെ സിമ്പിൾ. എന്തുകൊണ്ട് സ്നേഹത്തെക്കുറിച്ച് നമ്മൾ, പരിശുദ്ധാത്മ ഫലമായ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം, അതിൽ വളരണം. എന്താ കാര്യം? ഈശോ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. അതെവിടെ എടുക്കുന്നത്? ബൈബിൾ എടുത്തോ. യോഹന്നാൻ 15:17. യോഹന്നാൻ 15:17 അവിടെ വായിക്കാം. ഞാൻ ആദ്യം തൊട്ടേ പറയാൻ വിട്ടുപോയി. നിങ്ങൾ വീട്ടിലിരുന്ന് കൂടുന്നവരുണ്ടല്ലോ, ഞാൻ ഈ പറയുന്ന കൂട്ടത്തിൽ ബൈബിൾ തുറക്കുന്നു, വരയ്ക്കുന്നു, കുറിച്ച് വെക്കുന്നു എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ കൂടെ വീട്ടിലിരുന്ന് എന്നോടൊപ്പം ഉറക്കെ അങ്ങ് വായിച്ചു. വീട്ടകങ്ങളിൽ തിരുവചനം മുഴങ്ങട്ടെ. അതുകൊണ്ട് ഉറക്കെ അങ്ങ് വായിക്കണം. യോഹന്നാൻ 15:17 ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു,
പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. എന്തുകൊണ്ട് സ്നേഹം പ്രധാനപ്പെട്ടതാകുന്നു? ഞാൻ പറഞ്ഞു, നമ്മൾ സ്നേഹവും ദയ അല്ലെങ്കിൽ കരുണ ഒരുമിച്ച് എടുത്തിരിക്കുന്നു. അതിനകത്ത് സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണ് നമ്മൾ. പതുക്കെ നമ്മൾ ആ പതിവ് ശൈലിയിൽ തന്നെ മെല്ലെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പറഞ്ഞു തുടങ്ങാം. സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണ്. ആദ്യം ചോദിച്ചത് എന്തുകൊണ്ട് സ്നേഹത്തെ നമ്മൾ പ്രധാനപ്പെട്ടതായിട്ട് മനസ്സിലാക്കണം, അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ആൻസർ വളരെ ലളിതമാണ്. എന്തുകൊണ്ട്? ഈശോ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് നിങ്ങൾ സ്നേഹിക്കുവിൻ. അല്ലെങ്കിൽ 13-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം എടുത്തേ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. 13-ാം അധ്യായം 35-ാം വാക്യം കണ്ടോ? 13:35, 15, 17 ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് ഈശോ ഈ കാര്യം തന്നെ പറയുകയാണ്. സ്നേഹിക്കുക മക്കളെ, സ്നേഹം പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? ഈശോ സുവിശേഷങ്ങൾ ആകമാനം നോക്കുമ്പോൾ ഒരു 51 പ്രാവശ്യമോ മറ്റോ 50-ന് മുകളിൽ 51 പ്രാവശ്യം ഈശോ പറഞ്ഞിട്ടുണ്ട് സ്നേഹം എന്ന വാക്ക്. സ്നേഹം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എന്തുകൊണ്ട് സ്നേഹം പ്രധാനപ്പെട്ടതാകുന്നു? ഈശോ സ്നേഹത്തെ വളരെ പ്രാധാന്യമുള്ളതായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്നേഹത്തെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ സ്നേഹിക്കണം, ആ സ്നേഹത്തിൽ നമ്മൾ നിറയണം. അത്രയും മനസ്സിലായല്ലോ? ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന. അടുത്തത്, സ്നേഹമെന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേ നമ്മൾ മനസ്സിലേക്ക് വരുന്ന ആ ബൈബിൾ ഭാഗം ഏതാണ്? കോരിന്തോസുകാർക്കുള്ള 1-ാം ലേഖനത്തിൻ്റെ 13-ാം അധ്യായം. 1 കോരിന്തോസ് 13-ാം അധ്യായം. അറിയാമല്ലേ? എല്ലാവർക്കും അറിയാവുന്നതാണ്. കവിത പോലത്തെ ഒരു ഭാഗമാണത്. ആ ഭാഗം വായിക്കണേ. ഇന്നത്തെ ടോക്കിൻ്റെ ഹോംവർക്കാണത്. ഇന്നത്തെ വിഷയം അതായതുകൊണ്ട് ആ ഭാഗം വായിക്കണം. സ്നേഹം സർവോത്കൃഷ്ടം എന്നാണ് തലക്കെട്ട് വരുന്നത്. 13-ാം അധ്യായം 1-ാം വാക്യം തൊട്ട് ഇങ്ങനെ വായിച്ചു പോകണം നിങ്ങൾ. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളവുമോ ആയിരിക്കുന്നു എന്ന് പറഞ്ഞ് സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു. അങ്ങനെ പറഞ്ഞു പോയിട്ട് ശ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്. സ്നേഹം ഒരിക്കലും പരാജയപ്പെടുന്നില്ല. ലവ് നെവർ ഫെയിൽസ്. സ്നേഹം ഒരിക്കലും പരാജയപ്പെടുന്നില്ല. പൗലോസ് ശ്ലീഹ പറഞ്ഞു തരികയാണ്, സ്നേഹം ഒരിക്കലും പരാജയപ്പെടുന്നില്ല. ശ്രദ്ധിച്ച് കേട്ടെ, എന്തെങ്കിലും പന്തികേട് ഫീൽ ചെയ്യുന്നുണ്ടോ? സ്നേഹം ഒരിക്കലും പരാജയപ്പെടുന്നില്ല. പന്തികേട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഫീൽ ചെയ്യണം. എന്താ കാര്യം? എൻ്റെ പൊന്നച്ചോ, സ്നേഹം പരാജയപ്പെടുന്നു. എന്തുമാത്രം ആലോചിച്ച് പിള്ളേരെ ഒരുക്കി കെട്ടിച്ചതാ, രണ്ടുപേരെയും കൂടെ വിവാഹം എന്ന കൂതാശയിൽ ഒരുമിപ്പിച്ചതാണ്. 1 മാസം എടുക്കുന്നത് പരാജയപ്പെട്ടു പോവുക. സ്നേഹം പരാജയപ്പെടുന്നു. വീട്ടകങ്ങളിൽ മാതാപിതാക്കളും മക്കളും തമ്മിൽ സ്നേഹം വാരിക്കോരി കൊടുക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ പരാജയപ്പെട്ടു പോകുന്നു. അപ്പോൾ പൗലോസ് ശ്ലീഹ പറയുന്നത് ശരിയാണോ? സ്നേഹം ഒരിക്കലും പരാജയപ്പെടുകയില്ല. ലവ് നെവർ ഫെയിൽസ്. പക്ഷേ ഞങ്ങൾ നോക്കുമ്പോൾ സ്നേഹം പരാജയപ്പെട്ടു പോകുന്നു. എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കുന്ന സ്നേഹം യഥാർത്ഥ സ്നേഹമല്ല, വിശുദ്ധ ഗ്രന്ഥത്തിലെ സ്നേഹമല്ല. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കുന്ന സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സ്നേഹമല്ല. അത് ഞാൻ പറഞ്ഞു വരുമ്പോൾ മനസ്സിലാകും നിങ്ങൾക്ക്. നമ്മൾ സ്നേഹത്തെ ഇതാണ് സ്നേഹം എന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധാത്മ ഫലമായ സ്നേഹം, വിശുദ്ധ ഗ്രന്ഥത്തിൽ ആകമാനം അവതരിപ്പിച്ചിരിക്കുന്ന സ്നേഹം, ആ സ്നേഹം ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്നാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത്. സ്നേഹം ശ്രദ്ധിച്ച് കേൾക്കണം ഇനിയുള്ള കാര്യമൊക്കെ. കാരണം സ്നേഹമൊന്നും ദിവസം പലവട്ടം പറയുമെങ്കിലും ഇതെന്താണെന്നും നമുക്ക് അങ്ങോട്ട് വ്യക്തതയില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണേ. നിങ്ങൾ ഇരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സ്നേഹം ഒരു വികാരമല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ സ്നേഹമില്ലേ, പരാജയപ്പെട്ടു പോകുന്ന സ്നേഹം. ആ സ്നേഹം എന്താണ്? ആ സ്നേഹം അതൊരു ഫീലിംഗ് ആണ്, ഒരു വികാരമാണ്, ഒരു വൈകാരിക അനുഭവമാണ്. സ്നേഹം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോ പറയുന്ന സ്നേഹം, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ സ്നേഹത്തിൻ്റെ നിറവ്, അത് ഒരു വികാരമല്ലത്. നോട്ട് ജസ്റ്റ് എ ഫീലിംഗ്. പിന്നെന്താണത്? അതൊരു ചോയ്സാണ്, ഒരു തിരഞ്ഞെടുപ്പാണ്. സ്നേഹം ഒരു തിരഞ്ഞെടുപ്പാണ്. എന്തിന്? തോറ്റുകൊടുക്കാനുള്ള തിരഞ്ഞെടുപ്പ്, അപരനു വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കാനുള്ള തിരഞ്ഞെടുപ്പ്, സ്വയം മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുക്കാനുള്ള തിരഞ്ഞെടുപ്പ്. അതാണ് സ്നേഹം. വിശുദ്ധ ഗ്രന്ഥത്തിലെ സ്നേഹം അതാണ്. അശോ, ഇത് എവിടെ പറഞ്ഞിരിക്കുന്നു? യോഹന്നാന്റെ സുവിശേഷം 15:13 എടുത്തു. യോഹന്നാന്റെ സുവിശേഷം 15:13. എന്താണ് സ്നേഹമെന്ന്
ഈശോ ഏറ്റവും നല്ല സ്നേഹമെന്ന് പറയുന്നില്ലേ? യോഹന്നാൻ 15:13 എടുത്ത് ഉറക്കെ വായിച്ചു. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അപ്പോൾ സ്നേഹം എന്താണ്? സ്നേഹം കൊടുക്കലാണ്. എൻ്റെ അഹംഭാവങ്ങളെ ഇല്ലാണ്ടാക്കി ഞാൻ ചെറുതായിട്ട് അപരനെ വളർത്തുന്ന ആ വലിയ ശുശ്രൂഷയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? സ്നേഹം. അല്ലാതെ നമ്മൾ ഇതുവരെ മനസ്സിലാക്കി വെച്ച് സിനിമകളിൽ മുഴുവൻ സ്നേഹമാണ്, സിനിമകളുടെ എല്ലാം കഥ സ്നേഹമാണ്. പക്ഷെ ആ സ്നേഹം അല്ലെന്നേ ബൈബിളിലെ സ്നേഹം. ആ സ്നേഹമല്ല പരിശുദ്ധാത്മാവ് തരുന്ന സ്നേഹം. അത് മറ്റതൊരു വികാരമാണ്, ഇതൊരു തിരഞ്ഞെടുപ്പാണ്. എന്ത്? ഞാൻ അപരൻ്റെ നന്മ തിരഞ്ഞെടുക്കുകയാണ്, ഞാൻ എൻ്റെ ചെറുതാകൽ തിരഞ്ഞെടുക്കുകയാണ്. അതാണ് സ്നേഹം. അതാണ് ബൈബിളിലെ സ്നേഹത്തിന് ഗ്രീക്ക് ഭാഷയിൽ അഗാപ്പയാണ്. ഈറോസ് ഫീലിയോസ് ഒക്കെ ഉണ്ട്, പക്ഷേ അഗാപ്പയാണ് പ്രധാനപ്പെട്ടത്. അഗാപ്പ എന്താണ്? അതിനെ നല്ല മലയാളത്തിൽ പറയാവുന്നത് ആത്മദാനത്തിൻ്റെ സ്നേഹം, സെൽഫ് സാക്രിഫൈസിങ് ലവ്, സ്വയം വിട്ടുകൊടുക്കുന്ന സ്നേഹം, സ്വയം സമർപ്പിക്കുന്ന സ്നേഹം. ആ സ്നേഹത്തിൻ്റെ ഉത്തമ ദൃഷ്ടാന്തം, അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം, ആ സ്നേഹത്തിൻ്റെ ഏറ്റവും മികവാർന്ന ആവിഷ്കരണം എവിടെ കാണാം? കാൽവരിയിലോട്ട് നോക്ക്. അതിൽ പരം സ്നേഹം എങ്ങുമില്ല. ആ സ്നേഹം എന്താണ്? ആ സ്നേഹം ആത്മദാനത്തിൻ്റെ സ്നേഹം, സ്വയം സമർപ്പിക്കുന്ന സ്നേഹം. തൻ്റെ ഉടലുകൊണ്ട് രക്തവർണ്ണത്തിൽ അവൻ കുരിശിൽ എഴുതിയിട്ടത് എന്തായിരുന്നു? ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്. തൻ്റെ ഉടലുകൊണ്ട് ചുമപ്പ് നിറത്തിൽ ചോരവർണ്ണത്തിൽ അവൻ എഴുതിയിട്ടത് സ്നേഹമെന്നാണ്. അപ്പോൾ സ്നേഹത്തെ മനസ്സിലാക്കുന്ന രീതിക്ക് പ്രശ്നമുണ്ട്. ഈ സ്നേഹം ഉണ്ടല്ലോ, ഈ സ്നേഹം, ഈ സ്വയം കൊടുക്കുന്ന സ്നേഹം, ആത്മദാനത്തിൻ്റെ സ്നേഹം, ആ സ്നേഹം ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് റിവിഷനാണ്. ഇന്നത്തെ വിഷയം ഇങ്ങനത്തെ ആയതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുക. സ്നേഹം, ദയ. അതിൽ സ്നേഹം, എന്തുകൊണ്ട് സ്നേഹം പ്രധാനപ്പെട്ടത്? ഈശോ പറഞ്ഞു നിങ്ങൾ സ്നേഹിക്കണം, പ്രധാനപ്പെട്ട കൽപ്പന സ്നേഹമാണ്. രണ്ടാമത്, സ്നേഹം ഒരിക്കലും പരാജയപ്പെടുന്നില്ല എന്ന് പൗലോസ്ലീഹ പറയുന്നു. പക്ഷെ നമ്മൾ നോക്കുമ്പോഴേ സ്നേഹമൊക്കെ പരാജയപ്പെടുന്നു. എവിടെയാ പ്രശ്നം? നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന സ്നേഹം യഥാർത്ഥ സ്നേഹമല്ല. സ്നേഹം ഒരു കേവല വികാരമല്ല, മറിച്ച് അതൊരു ചോയ്സാണ്, ഒരു തിരഞ്ഞെടുപ്പാണ്, ആത്മദാനത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. അത് അഗാപ്പയാണ്, സ്വയം നൽകലാണ് സ്നേഹമെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ 1-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 19-21, യോഹന്നാൻ 1-ാം ലേഖനം എടുത്തോ. യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 19-21 വാക്യം. ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു, അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കുന്നു. സ്വയം നൽകി കർത്താവ് നമ്മളെ സ്നേഹിച്ചു. ആ ക്ഷണമുണ്ട് കർത്താവിൻ്റെ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, ഇനി നിങ്ങൾ തിരികെ സ്നേഹിക്ക്. ഈ ബന്ധത്തിലേക്കുള്ള പ്രവേശനമാണ് പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ സംഭവിക്കുന്നത്. ഈ സ്നേഹത്തിലേക്കുള്ള പ്രവേശനമാണ്. ഈ യോഹന്നാൻ്റെ ലേഖനം 1-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായം വായിക്കണേ. 19 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുന്നത് നല്ലതാണ്. അവിടുന്ന് നമ്മെ സ്നേഹിച്ചു, അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, അടുത്ത വാക്യം ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ വചനമൊക്കെ കേൾക്കുന്ന ആൾക്കാർ, നമ്മൾ വചനം പറയുന്ന ഞാനും വചനം കേൾക്കുന്ന നിങ്ങളും വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഈ സ്നേഹത്തിൻ്റെ 2 മാനമുണ്ട്, ദൈവസ്നേഹവും സഹോദര സ്നേഹവും. 10 കൽപ്പനകളെ 2ആയിട്ട് ചുരുക്കുന്നു ഈശോ. പൂർണ്ണ ഹൃദയത്തോടെ അപ്പായെ, പിതാവിനെ സ്നേഹിക്കുക, നിന്നെപ്പോലെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പോൾ അതിന് യോഹന്നാൻ ശ്ലീഹായുടെ നല്ലൊരു വിശദീകരണമുണ്ട്. അതിങ്ങനെയാണ്: ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. അതായത് ഇതിനെ കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ദൈവസ്നേഹം, സഹോദര സ്നേഹം രണ്ടും രണ്ടാണ്. അച്ചോ, ഞാൻ ഈ സഹോദര സ്നേഹത്തിൽ അല്പം വീക്കാണ് കേട്ടോ, എനിക്ക് പറ്റുന്ന മേഖലയല്ല. ദൈവസ്നേഹത്തിൽ ഞാൻ ഭയങ്കര മെച്ചമാണ്, ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര പുലിയാണ്. പക്ഷെ സഹോദര സ്നേഹം അങ്ങോട്ട് പോരാ. അല്ലെങ്കിൽ വേറെ കുറേ ആൾക്കാരുണ്ട്, സഹോദര സ്നേഹം അങ്ങ് അനർഘ നിർഗള ഒഴുകുകയാണ്, പക്ഷെ ദൈവസ്നേഹം അത്ര അങ്ങോട്ട് എനിക്കില്ല. രണ്ടും സമം ചേർന്ന് പോകണം, ദൈവസ്നേഹവും സഹോദര സ്നേഹവും. ഞാൻ ചിലപ്പോൾ കുഞ്ഞുങ്ങളോടൊക്കെ ചോദിക്കാറുണ്ട്, മക്കളെ, ഈശോയെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നതിന് മുമ്പ് ആദ്യം ചോദിക്കേണ്ട ചോദ്യം, ഡു യു റിയലി ലവ് യുവർ പേരൻസ്? നിങ്ങൾ ശരിക്കും നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നുണ്ടോ മക്കളെ എന്ന് കുഞ്ഞുങ്ങളോട് ചോദിക്കാറുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, കുഞ്ഞുങ്ങളെ,
ഈ കൺമുമ്പിൽ മെഴുകുതിരി പോലെ ഉരുകിത്തീരുന്ന അപ്പൻ്റെയും അമ്മയുടെയും ജീവിതം കണ്ടിട്ട് അവരെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഈശോയെ സ്നേഹിക്കാമെന്ന് വിചാരിക്കരുത്, അല്ലേ? നമ്മൾ കൺ തുറന്ന കാലം തൊട്ട് നമ്മുടെ കൺമുമ്പിൽ നമുക്ക് വേണ്ടി ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന, നമുക്ക് വേണ്ടി ഈ പറഞ്ഞ അഗാപ്പെ, ആത്മദാനത്തിൻ്റെ സ്നേഹം ജീവിതം കൊണ്ട് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാൾക്ക് പിന്നെ എങ്ങനെയാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി മലയുടെ നെറുകയിൽ എനിക്ക് വേണ്ടി എൻ്റെ ഈശോ തമ്പുരാൻ കുരിശിൽ മരിച്ചുവെന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരും അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കാൻ പറ്റുന്നത്? മനസ്സിലാക്കാൻ പറ്റില്ല. സഹോദരങ്ങളെ, ചുറ്റുമുള്ളവരെ, നമ്മുടെ മാതാപിതാക്കളെ, പ്രിയപ്പെട്ടവരെയൊക്കെ സ്നേഹിക്കണം. അത് ദൈവസ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. ഇത് പറയുമ്പോൾ പ്രശ്നം അറിയാമോ? ഈ ഭയങ്കര പ്രാർത്ഥനക്കാരെന്നൊക്കെ പറയുന്നവരെ ചിലപ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള ഒരു കണ്ണിൽ കണ്ടുകൂടാ, അല്ലേ? അത് പ്രാർത്ഥിക്കുന്നവർക്കൂടെ ചീത്തപ്പേരുണ്ടാക്കുന്ന കുറേ പ്രാർത്ഥനക്കാരുണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ എളിമയോടെ ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്, നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ആത്മവിമർശനമാണ് പറയുമ്പോൾ ഭയങ്കര ഒരു ധ്യാനവും വിടത്തില്ല. നാടായ നാട്ടിലെല്ലാം പോയി. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് വീട്ടിൽ ഇരിക്കുന്നതാണ്. വല്ല മാർഗം ഉണ്ടായിരുന്നെങ്കിൽ ഒരു 4-5 ധ്യാന കേന്ദ്രങ്ങളിൽ എല്ലാ മാസവും പോയേനെ, ഒരു കുറവും വരുത്തത്തില്ല. എന്നാൽ പിന്നെ ഈ ധ്യാനത്തിനൊക്കെ പോകുന്ന മനുഷ്യൻ വീട്ടിൽ നൊമ്പരപ്പെട്ടിരിക്കുന്ന ഭാര്യയോട്, അല്ലെങ്കിൽ ഏറെ അധ്വാനിച്ച് തളർന്നു വരുന്ന ഭർത്താവിനോട് ഒരല്പം ആർദ്രത, ഒരല്പം കരുണ, അത് നമ്മുടെ വകുപ്പല്ല. നമുക്ക് ദൈവസ്നേഹം മാത്രമേ ഉള്ളൂ. കപടതയാണിത്, കാപട്യമാണിത്. നമുക്ക് ജീവിതത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ എങ്ങനെ സ്നേഹം കലർത്തുന്നു, പ്രധാനപ്പെട്ടതാണ്. സ്നേഹം ചാലിച്ച് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? വീട്ടകങ്ങളിൽ, എൻ്റെ ഉത്തരവാദിത്തത്തിൻ്റെ ഇടങ്ങളിൽ, എൻ്റെ തൊഴിൽ മേഖല, എൻ്റെ പഠനത്തിൻ്റെ മേഖല, എൻ്റെ സൗഹൃദങ്ങൾ, എൻ്റെ കൂടപ്പിറപ്പുകൾ. ഭയങ്കര പ്രാർത്ഥനയായിരിക്കും. പക്ഷെ കൂടപ്പിറപ്പിനെ കണ്ടുകൂടാ. കപടതയാണ്. നിങ്ങൾ ഓർക്കേണ്ടതുണ്ടല്ലോ, നിങ്ങളുടെ മാത്രം വിലയല്ല ഈ പോകുന്നത്, പ്രാർത്ഥനയുടെ വിലയും കൂടെ പോകും. അപ്പം മറ്റുള്ളവർ ചോദിക്കുന്നതിൽ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇവനൊക്കെ എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന് ആദ്യം ചോദിക്കും. അത് കഴിഞ്ഞിട്ട് പറയും, അപ്പോൾ ഈ പ്രാർത്ഥന കൊണ്ടൊക്കെ ഇത്രയും മെച്ചമുള്ളല്ലേ എന്ന് ചോദിക്കും. ആരാണ് അപമാനിതരാകുന്നത്? ഈശോ തമ്പുരാൻ നാണം കെട്ടു പോവും അത്തരം സാഹചര്യങ്ങളിൽ. ഈശോ എന്ന് ദിവസം 10,000 വട്ടം പറയുകയും എന്നാൽ അപരനോടൊരു നല്ല വാക്ക് പറയാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. അപ്പോൾ ഈ കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 19-21. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന എന്തായിരുന്നു? സ്നേഹം. എന്തുകൊണ്ട് സ്നേഹം പ്രധാനപ്പെട്ടത്? ഈശോ പറഞ്ഞു, 51 പ്രാവശ്യം പറഞ്ഞു സ്നേഹിക്കണം. 2, യഥാർത്ഥ സ്നേഹം മനസ്സിലാക്കണം. മറ്റേ ഒരു സുഖപ്പെടുത്തുന്ന മന്ദമാരുതൻ വീശുന്നത് പോലെ ഒരു സുഖമുള്ള അനുഭവം, ആ പൈങ്കിളി സ്നേഹം അല്ല ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ആ റൊമാൻറ്റിക് ലവ് അല്ല ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് സാക്രിഫിഷ്യൽ ലവ്, ബലിദാനമാകുന്ന സ്നേഹം, സ്വയം കൊടുക്കുന്ന സ്നേഹം. ആ സ്നേഹം ഒരിക്കലും പരാജയപ്പെടില്ല. അതാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അത് മനസ്സിലാക്കുക. എന്നിട്ട് പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ, 3-ാമത് സ്നേഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, നമ്മൾ സ്നേഹിക്കുമ്പോൾ അതൊരു സുവിശേഷ പ്രഘോഷണമാകുന്നു. ശ്രദ്ധിച്ചേ, നമ്മൾ സ്നേഹിക്കുമ്പോൾ ക്രിസ്ത്യാനി, പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നവൻ, അവൻ യഥാർത്ഥ സ്നേഹം ജീവിക്കുമ്പോൾ അതെന്താകുന്നു? അത് സുവിശേഷ പ്രഘോഷണമാകുന്നു. അത് ഈശോയെ പ്രസംഗിക്കലാകുന്നു. ഇതെവിടെ ഉണ്ട്? യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം നമ്മൾ നേരത്തെ വായിച്ചതാണ്. അതിൻ്റെ ബാക്കിയാണ് വായിക്കാൻ പോകുന്നത്. യോഹന്നാൻ 13:35 എടുത്തു. വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. നിങ്ങൾ പരസ്പരം സ്നേഹിച്ചാൽ അതുമൂലം നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് എല്ലാവരും അറിയും. അപ്പോൾ ആര് പ്രഘോഷിക്കപ്പെടും? ഈശോ പ്രഘോഷിക്കപ്പെടും. അതുകൊണ്ട് സ്നേഹം സുവിശേഷ പ്രഘോഷണമാണ്. നിസ്സാരമാകരുത്. സ്നേഹിക്കണം. നമ്മൾ സ്വയം മറന്ന് സ്വയം നൽകി സ്നേഹിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കും. ഈ സ്നേഹമുണ്ടല്ലോ, ഇതല്പം ബുദ്ധിമുട്ടുള്ള സ്നേഹമാണ്, മുറിപ്പെടേണ്ട സ്നേഹമാണ്. ഇത് നമ്മളെക്കൊണ്ട് തന്നെ പറ്റില്ല, മനുഷ്യരെ കൊണ്ട് ഇത് പറ്റില്ല. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ലിത്. 1-2 വട്ടം നമ്മൾ ബലം പിടിച്ച് നമ്മളെ തന്നെ അങ്ങ് ഇല്ലാണ്ടാക്കി, ഞാൻ എന്നെ തന്നെ ചെറുതാക്കി സ്നേഹിക്കാൻ നോക്കും. പക്ഷെ 4-ാമത്തെ ദിവസം നമുക്ക് ഫ്രസ്ട്രേഷൻ തുടങ്ങും, നമുക്ക് ഇങ്ങനെ വീർപ്പ് മുട്ടലാകും. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ, പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഇത് പരിശുദ്ധാത്മാവ് ജീവിച്ചോളും. പരിശുദ്ധാത്മാവ് നമ്മളെ
നേരത്തെ പറഞ്ഞ പോലെ ടേക്ക് ഓവർ ചെയ്യും. പരിശുദ്ധാത്മാവിൽ നമ്മൾ ഈ സ്നേഹം ജീവിക്കാൻ തുടങ്ങും. സ്നേഹിക്കുന്ന സമൂഹമായിട്ട് നമ്മൾ മാറണം. അത് കണ്ടിട്ട് ചുറ്റുമുള്ളവർ പറയണം ഇവർക്കൊരു ദൈവമുണ്ടെന്നും ആ ദൈവത്തിൻ്റെ, ആ കർത്താവ് തമ്പുരാൻ്റെ യഥാർത്ഥ അനുയായികളാണ് ഇവരെന്നും ലോകം പറയണം. അങ്ങനെ സ്നേഹം സുവിശേഷ പ്രഘോഷണമാകും. അടുത്തതിലേക്ക് നമ്മൾ കടക്കുകയാണ്. സ്നേഹത്തോട് ചേർന്ന് എന്താണത്? മേഴ്സി. മേഴ്സി എന്താണത്? ദയ, കരുണ. ദയ, കരുണ. ചിന്തിക്കണ്ടേ നമുക്ക്? അതും കൂടെ മനസ്സിലാക്കണ്ടേ? അതും കൂടെ മനസ്സിലാക്കാം. കരുണ, കരുണ കാണിക്കണം, കരുണ കാണിക്കണം. പക്ഷേ ഈ കരുണയെക്കുറിച്ച് പറയുമ്പോൾ ഉണ്ടല്ലോ, കരുണയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ അടുത്ത കാലത്തായിട്ടൊക്കെ കൂടുതൽ ആളുകൾ അങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. വളരെ ചുരുക്കമായിട്ടെങ്കിലും ഞാനും അത്തരം സംസാരങ്ങളിൽ അങ്ങനെ ചിന്തിച്ചു പോയിട്ടുണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് ഞാൻ നൊമ്പരപ്പെടുന്നു, അനുതപിക്കുന്നു. അതായത് നമ്മൾ ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ അപ്പോൾ വരുന്നൊരു ചിന്ത, അവൻ അതിന് അർഹതപ്പെട്ടവനാണോ? മനസ്സിലാവുന്നുണ്ടോ? ഒരു കരുണയുടെ ഭാവം കാണിക്കാമെന്ന് വിചാരിക്കുമ്പോൾ അവൻ അതിന് അർഹതപ്പെട്ടതാണോ എന്ന് നമുക്ക് തോന്നുകയാണ്. അവൻ അതിന് അർഹതയുണ്ടോ? ഏതിന്? നമ്മൾ ഈ ചെയ്യുന്ന, നമ്മൾ പങ്കുവയ്ക്കുന്ന, നമ്മൾ ഷെയർ ചെയ്യുന്ന ഈ നന്മയ്ക്ക് അത് സ്വീകരിക്കാൻ അവൻ അർഹതയുണ്ടോ? ഇതാണ് ചോദ്യം. അല്ലെങ്കിൽ ഇത് അവൻ്റെ കയ്യിൽ പോകൊണ്ട് വരുത്തി വെച്ചതല്ലേ, അനുഭവിക്കട്ടെ. അവന് കിട്ടാനുള്ളത് കിട്ടി, അവന് കിട്ടാനുള്ളത് കിട്ടി. ഇപ്പം തന്നെയാണെങ്കിൽ ഈ കാലത്ത് എനിക്കറിയാം ഒരുപാട് പേര് കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്നുണ്ടല്ലേ. വരുമാന മാർഗങ്ങളൊക്കെ അടഞ്ഞ് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ അല്പം പ്രതാപിയായിട്ടിരുന്ന് നമുക്ക് ചോദിക്കാം, പണിയെടുക്കണമായിരുന്നു നേരത്തെ, കുറേയൊക്കെ സേവ് ചെയ്ത് വെക്കണമായിരുന്നു, അതൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് ഇപ്പം ഇല്ല. കിട്ടാനുള്ളത് കിട്ടി, അർഹതപ്പെട്ടത് കിട്ടി. അർഹതപ്പെട്ടത് കിട്ടി, അർഹതപ്പെട്ടത് കൊടുക്കുന്നു. ഇതിന് പറയുന്നത് നീതി. ബൈബിളിലെ നീതിയല്ല, ബൈബിളിൻ്റെ നീതി വേറെയാണ്. അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ പറയാം. ഇത് നമ്മുടെ പൊതുവേ ജസ്റ്റിസിനെ കുറിച്ചുള്ളൊരു സാമാന്യ മനസ്സിലാക്കൽ എന്താണ്? ഓരോരുത്തർക്കും അർഹതപ്പെട്ടത് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ പറയുകയാണ് അർഹതപ്പെട്ടത് കൊടുത്താൽ മതി. അവനതിന് അർഹതയുണ്ടോ? അവനതിനുള്ള അർഹതയൊന്നുമില്ല, കൊടുക്കണ്ട. ഇവന് ഇതൊക്കെ അനുഭവിക്കാൻ ഇവന് അർഹതയുണ്ട്, ഇവൻ അനുഭവിക്കട്ടെ. മനസ്സിലാകുന്നുണ്ടോ? അർഹത വിഷയമാകുന്നു. നീതിബോധം എന്നാണ് നമ്മളതിനെ പറയുന്നത്. നമ്മൾ നീതിബോധമുള്ളവരായിട്ട് മാറുകയാണെന്നാണ് നമ്മുടെ വിചാരം. പക്ഷെ ചോദിക്കേണ്ടത്, എൻ്റെ പൊന്നു ചേട്ടാ, ചേച്ചി, കുഞ്ഞേ, അർഹതപ്പെട്ടതാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ ദൈവം നമ്മളോട് കാണിക്കുന്ന നിലപാട് അതാണോ? അർഹതപ്പെട്ടത് തന്നാൽ മതിയെങ്കിൽ കർത്താവിനോട് വല്ലതും ചോദിച്ചു മേടിക്കാൻ നമുക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ടോ? കർത്താവ് നമുക്ക് വല്ലതും തരേണ്ട കാര്യമുണ്ടോ? കർത്താവിൻ്റെ കണ്ണിൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ അർഹത തെളിയിക്കാൻ പറ്റുന്നത്? ദാനമായി കിട്ടിയതല്ലേ നമുക്കെല്ലാം? കർത്താവിൻ്റെ അനന്ത കാരുണ്യമല്ലേ കിട്ടിയതെല്ലാം? അങ്ങനെ കർത്താവിൽ നിന്ന് കിട്ടിയതൊക്കെ അവൻ്റെ വലിയ ദാനമാണെന്നും അവൻ്റെ കരുണയാണെന്നും തിരിച്ചറിവുള്ളവർ അതുപോലെ കൊടുക്കാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആദ്യം കിട്ടുന്ന തിരിച്ചറിവ് എന്താണെന്നറിയാമോ? ആദ്യം കിട്ടുന്നത് കാരുണ്യം കാണിക്കേണ്ടവർ വന്നിക്കുക, ഞാൻ കാരുണ്യം കാണിക്കാം. അല്ലല്ല, ആദ്യം കിട്ടുന്ന തിരിച്ചറിവ് എനിക്ക് കിട്ടിയതെല്ലാം എൻ്റെ കർത്താവിൻ്റെ കാരുണ്യമാണ് എന്ന തിരിച്ചറിവ് പരിശുദ്ധാത്മാവ് തരും. എൻ്റെ കർത്താവിൻ്റെ അനന്ത ദയയാണ് ഞാൻ തന്നെ. അങ്ങനെ വരുമ്പോൾ കിട്ടിയത് ഞാൻ കൊടുക്കുകയാണ്, കർത്താവിൽ നിന്ന് സ്വീകരിച്ചത് ഞാൻ പങ്കുവെക്കുകയാണ്. അതാണ് കാരുണ്യം. അങ്ങനെ കരുണ കാണിക്കണം, അങ്ങനെ പരസ്പരം ചേർത്ത് പിടിക്കണം. ഈ കാലം ഉണ്ടല്ലോ, ഞാൻ ഇന്നാളൊരിക്കൽ പ്രസംഗിച്ചതാണ് ഈ കാര്യം. അതായത് നമ്മുടെ ഈ 1.5 വർഷമായിട്ടുള്ള കാലം ഇതൊരു വല്ലാത്ത കാലമാണ്. എന്ന് വെച്ചാൽ കരുണ കാണിക്കാതിരിക്കാൻ പറ്റിയ കാലം. പക്ഷേ ഒരുപാട് പേര് വലിയ കരുണയുടെ ആൾരൂപങ്ങളായിട്ട് മാറുകയും ചെയ്യുന്നുണ്ടല്ലേ. എന്തുമാത്രമാണ് നമ്മൾ സമൂഹത്തെ ചേർത്ത് പിടിക്കുന്നത്. ഒരുപാട് പേര്, എനിക്കറിയാം, ഉള്ള സമ്പാദ്യത്തിൻ്റെ ഒക്കെ വീതം തന്നും പങ്കുവെച്ചുമൊക്കെ എല്ലാവരും ചേർത്ത് പിടിക്കാൻ, ആരും കരയരുത്, ആരുടെയും കണ്ണ് നിറയരുതെന്ന് ശാഠ്യമുള്ള നല്ല മനുഷ്യരുണ്ട് ഒരുപാട്. പക്ഷെ വേറെ കുറേ പേർക്ക് ഇതിങ്ങനെ ദ്വീപായിട്ട് ജീവിക്കാൻ പറ്റിയ സമയമാണ്. ആരും ചോദിക്കത്തില്ല. കാരണം എന്താ? മുഴുവൻ ബുദ്ധിമുട്ടാണെന്ന്. അയ്യോ അച്ഛാ, എല്ലാം ബുദ്ധിമുട്ടാച്ചാ, ഭയങ്കര ടൈറ്റാണ്, പ്രശ്നമാണ്. അത് തന്നെയല്ല, മനുഷ്യരെ കാണുകയും വേണ്ടല്ലോ, ആരെയും കാണണ്ടല്ലോ, ആരും സഹായം ചോദിച്ച് നമ്മുടെ വീട്ടുപടിയിലേക്ക് കയറി വരത്തില്ല. നമ്മളെല്ലാം സാമൂഹിക അകലം പാലിച്ച് ജീവിക്കുന്നത് കൊണ്ട് ഏതാണ്ട് സ്വാർത്ഥതയ്ക്ക് ലൈസൻസ് കിട്ടിയ കാലം പോലെ ആയിരിക്കുകയാണ് 1.5 വർഷമായിട്ട്. ഒരു ബുദ്ധിമുട്ടുമില്ല. കരുണ കാണിക്കാതിരിക്കാൻ പറ്റിയ കാലമായിട്ടിത് മാറിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ആ കെണിയിൽ പെട്ടു പോകരുതേ. പരസ്പരം
കരുണ കാണിക്കണം, കരുണ കാണിക്കണം. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും കരുണ കാണിക്കാൻ വേണ്ടി. ഇനി ഈ കരുണയുടെ വേറൊരു ശ്രദ്ധിക്കേണ്ട മേഖല പറയട്ടെ കരുണയുമായിട്ട് ബന്ധപ്പെട്ട്. അത് നമ്മൾ റോമാലേഖനം 12-ാം അധ്യായം 8-ാം വാക്യം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കൊക്കെ വളരെ റാഡിക്കലായിട്ടൊരു തിരുത്തൽ വരേണ്ട മേഖലയാണിത്. റോമ 12:8. റോമ 12:8 എടുത്തേ. റോമ 12:8. അതിങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ഉപദേശവരം ഉപദേശത്തിലും നമുക്ക് ഉപയോഗിക്കാം. ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടെയും, ശ്രദ്ധിച്ചേ, ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടെയും, നേതൃത്വം നൽകുന്നവൻ തീക്ഷ്ണതയോടെയും, കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടെയും പ്രവർത്തിക്കട്ടെ. അപ്പോൾ കരുണ കാണിക്കുന്നവൻ എങ്ങനെ കരുണ കാണിക്കണം? കരുണ കാണിക്കുന്നവൻ എങ്ങനെ കരുണ കാണിക്കണം? പ്രസന്നതയോടെ കരുണ കാണിക്കണം. നമ്മളിത് ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്, തിരുത്തൽ വരുത്തേണ്ട ഒരു മേഖലയാണ്. നമ്മൾ കരുണ കാണിക്കുമ്പോൾ നമ്മൾ ചോദിക്കണം, നമ്മുടേതൊരു ചാമിങ് മേഴ്സിയാണോ, ഒരു പ്രസന്നതയുള്ള കരുണയാണോ നമ്മുടേത്? എന്താ ഇതിൻ്റെ വ്യത്യാസം? ഈ പ്രസന്നതയുള്ള കരുണയും പ്രസന്നത ഇല്ലാത്ത കരുണയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് കൃത്യം മനസ്സിലാവും. ഞാൻ പറഞ്ഞുതരാം. ഒരു മരണം നടന്നു, അപ്രതീക്ഷിത മരണമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ വീട്ടിൽ കുടുംബനാഥനാണ്, ബ്രെഡ് വിന്നർ, അവിടെ കഷ്ടപ്പെടുന്ന ആൾ, ആ വീട്ടിലെ വരുമാനം കൊണ്ടുവരുന്ന ആൾ, അദ്ദേഹമാണ് മരിച്ചത്. ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങൾ, ഭാര്യ. അപ്പോൾ നമ്മൾ ചെന്നിട്ട് ഇവർ അത്യാവശ്യം ഇവരുടെ സങ്കടമൊക്കെ ഇങ്ങനെ ഒതുക്കി കർത്താവിൽ ആശ്രയിച്ച് ഇങ്ങനെ ഇരിക്കുകയെന്ന് വിചാരിക്കുക. സങ്കടപ്പെട്ടിരിക്കുകയാണ്, എന്നാലും അതിങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ വന്നിട്ട് എന്നാലും കഷ്ടമായി പോയല്ലോ, എന്നാലും നിങ്ങൾക്കിങ്ങനെ വന്ന എന്താ, എങ്ങനെ സഹിക്കൂ ഇത്? ആ ഭാവത്തോടെ നിൽക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്തത്? നമ്മുടെ വിചാരം എന്താ? ഞാൻ എൻ്റെ കരുണ കാണിച്ചതാണ്, ആ കുടുംബത്തോട് ഞാൻ എൻ്റെ കരുണ കാണിച്ചതാണ്. പക്ഷെ എന്താ സംഭവിച്ചത്? ശരിക്കും അവരെ ദ്രോഹിക്കുകയല്ലായിരുന്നു. അങ്ങനെ കരുണ കാണിക്കുന്നവരുണ്ട്. ഇതുപോലെ ഉപദ്രവിക്കുന്ന കരുണ കാണിക്കുന്നവരുണ്ട്. ചില മനുഷ്യർ വന്ന് കരുണ കാണിച്ചിട്ട് പോകുമ്പോൾ ഈ കരുണ കിട്ടിയെന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരില്ലേ, അവരാഗ്രഹിക്കും ദൈവമേ ഇവരിങ്ങോട്ട് വരാതിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ആ ഒരു സ്കെയിൽ കൊണ്ട് അളക്കണേ. ഈ കരുണയുടെ കാര്യങ്ങളെ, എൻ്റെ കരുണയുടെ പ്രവൃത്തികൾ, ഞാൻ ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്യുമ്പോൾ അവൻ്റെ ആത്മാഭിമാനം വ്രണപ്പെടുകയാണോ, അവൻ്റെ പ്രത്യാശ തകർക്കപ്പെടുകയാണോ, നിരാശയിലേക്ക്, ജീവിതത്തോടുള്ള വെറുപ്പിലേക്ക് ഒക്കെ അവനെ തള്ളിവിടുകയാണോ, അതോ നമുക്ക് ഒരുമിച്ച് ലെറ്റ്സ് ഫൈറ്റ് ബാക്ക്, നമുക്ക് ഒരുമിച്ച് പോരാടാം, ഞാനുണ്ട് കൂടെ, നമ്മളുണ്ട്, ഞങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞൊരു ആശ്വാസത്തിൻ്റെ കരുണയാണോ കൊടുക്കുന്നതെന്ന് ചോദിക്കണം. മറ്റേത് ഭയങ്കര അപകടമാണ്. ഇപ്പം അങ്ങനത്തെ ട്രെൻഡുകളുണ്ട്. ചില ചേടത്തിമാരൊക്കെ അത് കൂടുതലായിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ കണക്ക് താടിക്കൊരു കൈയും കൊടുത്തിട്ട് എന്നാലും കഷ്ടമായി പോയി കേട്ടോ. ആ ചോദ്യത്തിൽ അവരുടെ ഉള്ള കോൺഫിഡൻസും അവരുടെ ഉള്ള പ്രത്യാശയും ഒക്കെ തകർക്കപ്പെടുകയാണ്. ദയവ് ഇത് അത്തരം കരുണ കാണിക്കരുത്. ജോബ് പറയുന്നുണ്ട് അങ്ങനൊരു കാര്യം. ജോബിൻ്റെ പുസ്തകം 16-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ ഒരു എന്നാ പറയണ്ടേ, നിങ്ങളുടെ ഈ ദയ എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നു, നിങ്ങളുടെ ദയ എന്നെ അങ്ങനെ മനുഷ്യരെ അസ്വസ്ഥപ്പെടുത്തുന്ന ദയ കാണിക്കരുത്. പ്രസന്നതയോടെ കരുണ കാണിക്കണം, പ്രസന്നതയോടെ കരുണ കാണിക്കണം. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമ്മൾ ഈ കരുണയെക്കുറിച്ചുള്ള ചിന്ത നിർത്തുകയാണ്. എന്താണ് കരുണ ചെയ്യാനുള്ള ആധാരം? അതായത് സമരിയാക്കാരൻ്റെ ഉപമ എടുത്തോ. ഞാൻ നമ്മുടെ ശാലോം ടിവിയിലൂടെ തന്നെ പണ്ടപ്പോഴോ ഒന്ന് പറഞ്ഞിട്ടുള്ളതാണ്. സമരിയാക്കാരൻ്റെ ഉപമ, നല്ല സമരിയാക്കാരൻ്റെ ഉപമ. ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോയവൻ കൊള്ളക്കാരിൽ ആക്രമിക്കപ്പെട്ട് വഴിയരികിൽ അർദ്ധപ്രാണനായി കിടക്കുന്നു. ആദ്യം ഒരു പുരോഹിതൻ പോയി നോക്കി, അധികം നോക്കിയാൽ പന്തി കെടാവെന്ന് അറിയാവുന്നതുകൊണ്ട് ആ വഴിക്കങ്ങ് പോയി. പിന്നെ കപ്പ്യാരച്ചൻ വന്നു, ലേവായം വന്നു, നോക്കി, ഇതുപോലെ തന്നെ ഈ ആറ്റിലൂടെ പോയി. ഒടുവിൽ സമരിയാക്കാരൻ വരുന്നു, അവൻ വന്ന് എടുത്തുകൊണ്ട് പോകുന്നു. ഇതെന്താ സംഭവിച്ചത്? ഇവരൊരു ചോദ്യം ചോദിച്ചു തങ്ങളോട് തന്നെ. അത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ, നമുക്ക് വേണമെങ്കിൽ ആ ചോദ്യം നല്ലതാണ്. ഈ മുറിവേറ്റ് ചോര ഒലിപ്പിച്ച് അർദ്ധപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ കണ്ടപ്പോൾ പുരോഹിതൻ ചോദ്യം തരിക, സ്വയം ചോദ്യം പുരോഹിതൻ ചോദിച്ചു, ഞാൻ ഇവനെ സഹായിച്ചാൽ, ഞാൻ ഇവനെ ഇപ്പം ദേ കോരി എടുത്ത് കൊണ്ടുപോയാൽ എനിക്കെന്ത് പറ്റും? ഇതാണ് ചോദ്യം ഇതാണ്, എനിക്കെന്ത് പറ്റും? എന്താ ഉത്തരം? രക്തം കയ്യിൽ പുരണ്ടതിന് അശുദ്ധനാകും, ഞാൻ പള്ളിയിലോട്ട് പോകുന്ന വഴിയാണ്, എനിക്ക് ബലിയർപ്പിക്കാൻ പറ്റില്ല, ദേവാലയ പ്രവേശനം സാധ്യമാകില്ല, അതുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. അടുത്ത് ലേവായൻ കപ്പ്യാരച്ചനാണ്, നോക്കി എന്ത് ചോദിച്ചു? ഞാൻ ഇവനെ സഹായിച്ചാൽ എനിക്കെന്ത് പറ്റും? ഉത്തരം, എനിക്കും ഇതേ പ്രശ്നം ഉണ്ടാകും, അതുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല.
മൂന്നാമത് വന്ന സമരിയാക്കാരൻ ചോദിച്ച ചോദ്യം തന്നെ വ്യത്യസ്തമാണ്. എന്താണ് ചോദിച്ചത് സമരിയാക്കാരൻ ചോദിച്ച ചോദ്യം പറയാവോ? എന്താണ് സമരിയാക്കാരൻ ചോദിച്ചു? പുരോഹിതന് ലേവായന് ചോദിച്ചു, ഞാൻ ഇവനെ സഹായിച്ചാൽ എനിക്കെന്ത് പറ്റും എന്ന് ചോദിച്ചു. സമരിയാക്കാരൻ ചോദിച്ചത്, ഞാൻ ഇവനെ സഹായിച്ചില്ലെങ്കിൽ ഇവന് എന്തു പറ്റും? ഞാനിപ്പോൾ ഇവനെ സഹായിച്ചില്ലെങ്കിൽ ഇവന് എന്തു പറ്റും? അവൻ അവിടെ കിടന്ന് ചോര വാർന്ന് മരിച്ചു പോകും. അരുത്, അവനെ മരണത്തിന് വിട്ടുകൊടുക്കരുത്, എനിക്ക് ചെയ്യാനുള്ളത് ചെയ്യണം എന്ന് പറഞ്ഞ് കരുണയാവുകയാണ്. നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്. നമ്മുടെ മുമ്പിലേക്ക്, ശരിയാണെന്നേ, നമുക്കെല്ലാം ഞെരുക്കങ്ങളുണ്ട് ഈ കാലത്ത്, ഞെരുക്കമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ മുമ്പിലേക്ക് ഒരാൾ വരുമ്പോൾ, നമ്മളൊരാളെ കാണുമ്പോൾ ചോദിക്കേണ്ടത്, ഞാൻ എൻ്റെ സഹായഹസ്തം നീട്ടിയാൽ എനിക്കെന്ത് പറ്റും എന്ന് ചിന്തിച്ചാൽ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഞാൻ എൻ്റെ കരുണയുടെ കരമൊന്നും നീട്ടിപ്പിടിച്ചില്ലെങ്കിൽ അവൻ എന്ത് പറ്റും? ആ ചിന്ത ഉണ്ടാകണം. അത് നമ്മളെ പൊള്ളിക്കണം, അത് നമ്മളെ നന്മ ചെയ്യിപ്പിക്കും. പ്രിയമുള്ള ദൈവജനമേ, നമ്മൾ പറഞ്ഞു വന്ന വിഷയം എന്തായിരുന്നു? പറഞ്ഞു വന്ന വിഷയം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ 2 സ്നേഹവും കരുണയും ധ്യാനിക്കുകയായിരുന്നു. അതിൽ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങി. സ്നേഹം പ്രധാനപ്പെട്ടതാണ്. ഈശോ തന്നെ എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു, പ്രധാനപ്പെട്ട കൽപ്പന സ്നേഹമാണ്. സ്നേഹം ഒരിക്കലും പരാജയപ്പെടുന്നില്ല. പക്ഷെ പരാജയപ്പെടുന്നുണ്ടല്ലോ, അത് സ്നേഹമല്ലോടാവേ, അത് സ്നേഹമല്ല, അത് കേവല വികാരമാണ്. യഥാർത്ഥ സ്നേഹം, അഗാപ്പേ, ആത്മദാനത്തിൻ്റെ സെൽഫ് സാക്രിഫൈസിങ് ലവ് പരാജയപ്പെടില്ല. അത് കർത്താവിൻ്റെ ഉറപ്പാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും സഹോദരനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളം പറയുന്നു, എതിർ സാക്ഷ്യം നൽകുന്നു. ഈശോ പറയുന്നു, നീ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം വചനപ്രഘോഷണമാകുന്നു, ആ സ്നേഹം സാക്ഷ്യമാകുന്നു. അതുവഴി ലോകമറിയും നിങ്ങൾ എൻ്റെ അനുയായികളാണെന്ന് ലോകമറിയും. കരുണ കാണിക്കണം. നമ്മൾ രണ്ടാമത് ചിന്തിച്ചത് കരുണ കാണിക്കണം. എന്താണ് കരുണയെക്കുറിച്ച് പറഞ്ഞത്? നീതി ചെയ്യുന്നത് പോരാ, അത് പോരാ. അർഹതപ്പെട്ടത് കൊടുത്താൽ പോരാ. അർഹതപ്പെട്ടത് കൊടുത്താൽ മതിയെങ്കിൽ നമുക്കൊന്നും കർത്താവിൽ നിന്നൊന്നും വാങ്ങിക്കാൻ, ഒന്നും കൈനീട്ട് സ്വീകരിക്കാൻ യോഗ്യത തെല്ലുമില്ലല്ലോ. എല്ലാം കരുണയല്ലേ. കരുണയായി കിട്ടിയത് കരുണയായി കൊടുക്കണം, പങ്കുവയ്ക്കാൻ പഠിക്കണം. അത് ശ്രദ്ധിക്കണം. ഈ കാലം കരുണ കാണിക്കാതിരിക്കാൻ ലൈസൻസ് കിട്ടിയ കാലമാണെന്ന് ഓർക്കണം. പക്ഷെ അധിക ശ്രദ്ധയോടെ ആകുന്നത് പോലെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്നേ. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ബാങ്ക് ബാലൻസും നമ്മുടെ ഫ്യൂച്ചറും മാത്രം കൺസേൺ ആയിട്ട് ചുരുങ്ങിപ്പോകരുത്. അത് പരിശുദ്ധാത്മാവിൻ്റെ ലക്ഷണമല്ല, നല്ല ക്രിസ്ത്യാനിയുടെ അടയാളമല്ല. ഉള്ളത് പങ്കുവയ്ക്കണം. നമുക്ക് ഈ കാലത്ത് പരസ്പരം ഒന്ന് ചേർത്ത് പിടിക്കണം. ആത്മന, മനസ്സുകൊണ്ട് ചേർത്ത് പിടിക്കണം. റോമ 12:8 പ്രധാനപ്പെട്ടതാണ്. റോമ 12:8 കരുണ കാണിക്കുന്നവർ പ്രസന്നതയോടെ കരുണ കാണിക്കട്ടെ. ചിയർഫുൾ മേഴ്സി, ചാമിങ് മേഴ്സി. പ്രസന്നതയോടെ കരുണ കാണിക്കട്ടെ. അവർക്ക് പ്രത്യാശ കൊടുക്കട്ടെ. കരുണയുടെ പാത്രങ്ങളാകുന്നവർക്ക് നല്ല ചോദ്യം ചോദിച്ച് നല്ല ഉത്തരം എഴുതണം. എന്താണ് നല്ല ചോദ്യം? ഞാൻ അവനെ സഹായിച്ചില്ലെങ്കിൽ, ഞാൻ അവളെ സഹായിച്ചില്ലെങ്കിൽ അവന് എന്തു പറ്റും എന്ന് ചിന്തിക്കുന്നിടത്ത് നന്മ ആരംഭിക്കുന്നു. ഈ ചിന്തകളെ പ്രാർത്ഥനയാക്കിക്കൊണ്ട് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് ആരാധനയ്ക്കായി മുട്ടുകുത്താം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. വിളക്കിൻ നടുവിൽ ശോഭപൂർണനായി മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നീശോയേ. വിളക്കിൻ നടുവിൽ ശോഭപൂർണനായി മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നീശോയേ. ആദ്യനും അന്ത്യനും നീ മാത്രമീശോയേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനീശോയേ.
നിനക്കാരാധന. കർത്താവെ, ഞങ്ങൾ ഒന്ന് ചേർന്ന് തിരുസന്നിധിയിൽ പരിശുദ്ധനെ നിന്നെ ആരാധിക്കുന്നു. ദൈവജനമേ, നമ്മുടെ പെന്തക്കുസ്ത ഒരുക്കം ഏറ്റവും അടുത്ത ദിവസത്തിലേക്ക് എത്തുമ്പോൾ, നാളെ തിരുനാൾ ആഘോഷിക്കാൻ നമ്മളെ തന്നെ ഒരുക്കുമ്പോൾ, ഈ ദിവസം അധിക തീക്ഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയേ, ഞങ്ങൾ ഓരോരുത്തരും വലിയ ശരണബോധത്തോടെ നിന്റെ സന്നിധിയിൽ നിന്ന് നിന്നെ ആരാധിക്കുന്നു. കർത്താവേ, ഞെരുക്കത്തിൻ്റെ ഒരു കാലത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ, കണ്ണീരുമായാത്ത ഒരു കാലത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ, ഞങ്ങൾക്ക് നീ മാത്രമാണ് ആശ്രയം. കർത്താവേ, ഞങ്ങളുടെ ദേശത്ത് നീ സമാധാനം പുനഃസ്ഥാപിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കർത്താവേ, ഞങ്ങൾ ഓർക്കുമ്പോൾ മുഴുവൻ സങ്കടങ്ങളാണെന്ന് തോന്നിപ്പോവുകയാണ്. ജലപ്രളയത്തിൻ്റെ ഒരു കാലം കഴിഞ്ഞു. അതിനുശേഷം 2 വർഷങ്ങളായിട്ട് ഈ കോവിഡിൻ്റെ ഭീതിയിലാണ് ഞങ്ങൾ. ഇപ്പോൾ ദാ ബ്ലാക്ക് ഫംഗസ് എന്ന് പറഞ്ഞ് പുതിയൊരു ഭീതി ഞങ്ങളെ അലട്ടുന്നു. കർത്താവേ, ഞങ്ങൾക്കറിയാം സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ഉലഞ്ഞു പോകരുതെന്ന്. നീ പറയാത്തതായിട്ടൊരു സഹനവും ഉണ്ടാകില്ലെന്ന്. നീ അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്നും ഞങ്ങൾക്കറിയാം കർത്താവേ. പക്ഷേ ബലഹീനത കാരണം, ഞങ്ങളുടെ കുറവ് കാരണം ആശങ്കപ്പെട്ടു പോവുകയാണ്, വിഷമിച്ചു പോവുകയാണ്. കർത്താവേ, നിന്റെ ജനത്തോട് കരുണയായിരിക്കണമേ. പ്രത്യേകിച്ച് ഈശോയെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ഞങ്ങൾ ഒരുപാട് പേരുടെ ഭവനങ്ങളിൽ വലിയ അലച്ചിലില്ലാതെ, വലിയ ബുദ്ധിമുട്ടില്ലാതെ ഈ കാലം കടന്നു പോയെങ്കിൽ, കുടുംബം മുഴുവൻ രോഗബാധയേറ്റ ഭവനങ്ങളുണ്ട് ഈശോയെ. അതിൽ തന്നെ വളരെ ഗൗരവമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവേ. ഇതാ ഈ സമയവും, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ സമയവും, വിവിധ ആശുപത്രികളിൽ ICUവിലും വെന്റിലേറ്ററിലുമൊക്കെ ആയിരിക്കുന്ന, പ്രാണവായുവിനു വേണ്ടി പിടയുന്ന മനുഷ്യരുണ്ട്. അവരുടെ പ്രാർത്ഥനകളെ സമർപ്പിക്കും. ദൈവജനമേ, ഈ നേരത്ത് നമുക്ക് വലിയ സമർപ്പണത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അഭിഷേകം വന്നിറങ്ങുവാൻ, അനുഗ്രഹം വന്നിറങ്ങുവാനുള്ള കൊതിയോടെ, തീക്ഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, രോഗബാധിതരായിരിക്കുന്നവർ, പ്രത്യേകിച്ച് ആശുപത്രികളിലായിരിക്കുന്നവർ, ICUവിലായിരിക്കുന്നവർ, കർത്താവേ, നിന്റെ അത്ഭുത സൗഖ്യം ഞങ്ങളുടെ ചികിത്സകളോട് ചേർന്ന് നിന്റെ സുഖപ്പെടുത്തുന്ന കരസ്പർശമുണ്ടാകുമ്പോൾ ഞങ്ങൾക്കിടയിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നീ ജീവനുള്ള ദൈവമാണെന്ന്, ഈ കാലഘട്ടത്തിലും ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇടപെടുന്നവനാണെന്ന്, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവനാണെന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. കർത്താവേ, പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനകളോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം ഈശോയെ, ഒരുപാട് പുരോഹിതരും സന്യസ്തരുമൊക്കെ ഗുരുതരാവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട പുരോഹിതരും സന്യസ്തരും, ഞങ്ങളുടെ കാലത്തിന് ഈശോയെ, അവരുടെ അഭിഷേകം ഇനിയും ആവശ്യമുണ്ട്. അവരെ പോറലേതും കൂടാതെ നീ തിരികെ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവജനമേ, ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ച് നമ്മളിന്ന് ഈ ആരാധനയുടെ ആരംഭത്തിൽ കർത്താവ് തമ്പുരാനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നിയോഗമായിട്ട് വെക്കേണ്ടത്, ഒരുപാട് കുടുംബങ്ങളിൽ കണ്ണീരൊഴുകുകയാണ്. ഒരുപാട് പേർക്ക് വേണ്ടി നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ പ്രാർത്ഥന ഉയരുകയാണ്. ഈ കഴിഞ്ഞ 8 ദിവസങ്ങൾ ഞങ്ങൾക്ക് വലിയ ആശ്വാസത്തിൻ്റെ, പ്രാർത്ഥനയുടെ ദിവസങ്ങളായിരുന്നു. വചനം കേൾക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. നിന്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കഴിഞ്ഞു. ഓരോ ദിവസവും കേട്ട കാര്യങ്ങൾ കർത്താവേ, നന്ദിയോടെ തിരുസന്നിധിയിലിരുന്ന് ധ്യാനിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ കേട്ടത്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ദൈവസ്നേഹം അനുഭവിക്കാൻ കഴിയും. ദൈവസ്നേഹം ഞങ്ങളിലുണ്ടെന്ന്, ദൈവം
ഞങ്ങളെ സ്നേഹിക്കുന്നുവെന്ന്. കർത്താവേ, നിന്റെ മനുഷ്യാവതാരവും പീഠാസഹനവും കുരിശുമരണവും ഒക്കെ ആ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലായിരുന്നുവെന്ന് ഞങ്ങൾക്ക് വലിയ തിരിച്ചറിവ് കിട്ടുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ്. ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവസ്നേഹം അനുഭവിക്കുവാനും ഞങ്ങൾ പ്രാപ്തരാകുന്നത് ആത്മാവിൻ്റെ അഭിഷേകത്തോടെയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോയെ, ഞങ്ങളുടെ വലിയ കുഴപ്പമാണിത്. ഞങ്ങൾക്ക് ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. ദൈവം സ്നേഹിക്കുന്നുണ്ടെന്ന്, കർത്താവെ നീ കൂടെയുണ്ടെന്ന്, നീ ചേർത്ത് പിടിച്ചിട്ടുണ്ടെന്ന് അനുഭവത്തിൽ ഉറയ്ക്കുവാൻ ആത്മാഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ഒപ്പം പരസ്പരം സ്നേഹിക്കുവാൻ, കരുണ കാണിക്കുവാൻ കർത്താവേ ഞങ്ങളെ ഒരുക്കണമേ. പ്രത്യേകിച്ച് ഇതുപോലൊരു കാലത്ത് എൻ്റെ തമ്പുരാനെ, ചുറ്റുപാടും ഒരുപാട് പേര് കഷ്ടദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ കാലത്ത് എത്രയോ അധികമായി ഞങ്ങളിൽ നിന്ന് കരുണ വഴിഞ്ഞൊഴുകേണ്ടതാണ്. സ്നേഹത്തിൻ്റെ സഹായഹസ്തങ്ങളും ചേർത്ത് പിടിക്കലുകളുമൊക്കെ ഒരുപാട് ഉണ്ടാകേണ്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ കർത്താവേ, ഞങ്ങളൊക്കെ ഇന്ന് ഓരോ തുരുത്തുകളായി ചുരുങ്ങുകയാണ്. ദ്വീപുകളായിട്ട് മനുഷ്യൻ മാറുകയാണ് കർത്താവേ. ഈശോയെ, ഞങ്ങൾ കേട്ടതുപോലെ ഈ കാലം ഞങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് ലൈസൻസ് കിട്ടുന്ന കാലമായിട്ട് മാറുന്നു. മറ്റാരെയും നോക്കാതിരിക്കുന്നത്, മറ്റാരെയും പരിഗണിക്കാതിരിക്കുന്നത്, ആരോടും മിണ്ടാതിരിക്കുന്നത് ഒക്കെ മെച്ചമായിട്ട് മാറുന്നൊരു കെട്ടകാലത്തിലൂടെയാണ് കർത്താവെ ഞങ്ങൾ കടന്നു പോകുന്നത്. ഈശോയെ, വേണ്ട ജാഗ്രത പുലർത്തുമ്പോഴും ലഭിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുമ്പോഴും അപരനോട് കരുണയോടെ ആർദ്രമായൊരു മനസ്സോടെ അപരനെ ഒന്ന് അന്വേഷിക്കാൻ, അവൻ്റെ കുറവുകളിൽ എന്നെ കൊണ്ടാകുന്നത് പോലെ ഉള്ളത് പങ്കുവയ്ക്കാൻ ഒക്കെയുള്ള കൃപയും ശക്തിയും കർത്താവെ ഞങ്ങൾക്ക് തരണമേ. ഈശോയേ, ഈ സങ്കടകാലം ഞങ്ങളെ കൂടുതൽ സ്വാർത്ഥരാക്കിയോ എന്ന് സംശയമാണ്. ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയേറിയത് കൊണ്ട് ഉള്ളത് പങ്കുവയ്ക്കാനാകാതെ ഞങ്ങളെല്ലാം വീണ്ടും ഒന്നുകൂടെ മുറുക്കെ ചേർത്ത് പിടിക്കുന്നവരായിട്ട് മാറിപ്പോകുന്നുണ്ടോ എന്ന് സംശയമാണ്. കർത്താവേ, ഉള്ളത് പങ്കുവയ്ക്കൂ. പ്രത്യേകിച്ച് അന്നത്തിനു വേണ്ടി, ഭക്ഷണത്തിനു വേണ്ടി കഷ്ടപ്പെടുന്നവർ, ഒരാഴ്ച ജോലിയില്ലാതായി പോയാൽ അന്നം മുടങ്ങുന്ന കുടുംബങ്ങൾ ഞങ്ങളുടെയൊക്കെ ചുറ്റുപാടുമുണ്ടെന്നുള്ള തിരിച്ചറിവിലേക്ക് കണ്ണു തുറക്കുക. അവരുടെ ആവശ്യങ്ങളെ കുറച്ചുകൂടെ കരുണയോടെ ഒന്ന് സമീപിക്കുവാനൊക്കെയുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. ഈശോയേ, ഞങ്ങളുടെ അപകടം ഞങ്ങളിന്ന് ചിന്തിച്ചു വയ്ക്കുന്നത് മറ്റൊരാളെ സഹായിച്ചാൽ എൻ്റെ ഉള്ളത് അതിൻ്റെ ഒരു ചെറിയ വീതം അവന് കൊടുത്താൽ എനിക്കെന്തു സംഭവിക്കുമെന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ കൺസേൺ. എനിക്കൊന്നും സംഭവിക്കാതിരിക്കാൻ, എല്ലാം പൊതിഞ്ഞു പിടിക്കാൻ ഞാൻ ശ്രമിക്കുന്നു ഈശോയെ. പക്ഷേ ഞാനിപ്പോൾ ഒരല്പം ഒന്ന് സഹായം കൊടുത്തില്ലെങ്കിൽ അവൻ എന്ത് സംഭവിക്കും, അവൻ്റെ കുടുംബത്തിൽ എങ്ങനെയാകും കാര്യങ്ങളെന്ന് ചിന്തിക്കുന്ന നല്ല സമരിയാക്കാരൻ്റെ ഭാവം, മനസ്സ് ഞങ്ങൾക്ക് കടം തരണമേ കർത്താവേ. ദൈവജനമേ, നമുക്ക് ആഗ്രഹിക്കാം. ഇത് വലിയ സുഹൃതമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് സ്നേഹവും ദയയും. ഇത് രണ്ടും ഏറ്റവും ആവശ്യമുള്ള കാലത്തിലൂടെ കടന്നു പോവുകയാണ്. ഒരുപാട് സങ്കടവാർത്തകൾ കേട്ട് നമ്മുടെയൊക്കെ മനസ്സ് മരവിച്ചു പോകുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യണം. ഇപ്പോൾ ഒരാളുടെ വിഷമം കേൾക്കുമ്പോൾ, ഒരാൾക്ക് കൂടി രോഗമായെന്ന് കേൾക്കുമ്പോൾ വളരെ ലാഘവത്തോടെ അതങ്ങനെ കേട്ടിരുന്ന് പോവുകയാണോ, അതോ അവൻ്റെ മനസ്സിൻ്റെ വിങ്ങലിനോട് എൻ്റെ മനസ്സൊന്ന് ചേർത്ത് വയ്ക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കണം. കർത്താവേ, നിന്റെ ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹവും ദയയും ഞങ്ങൾക്ക് അധികമായി ആവശ്യമുള്ള കാലമാണിത്. ആത്മാവിനെ നൽകണമേ. പരസ്പരം കുറച്ചുകൂടെ സ്നേഹിക്കുവാൻ, കുറച്ചുകൂടെ ദയ കാണിക്കുവാൻ തക്കവിധം ഞങ്ങളുടെ മനസ്സുകളെ, ഹൃദയത്തെ നീ തൊടണമേ കർത്താവേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
പരിശുദ്ധാത്മാവേ ആഴത്തിലിറങ്ങി വന്നിടണേ. ആത്മാവേ പരിശുദ്ധാത്മാവേ ആഴത്തിലിറങ്ങി വന്നിടണേ. കേഴുന്നു നിന്ദാസർ മക്കൾ ഞങ്ങൾ, താഴ്ത്തുന്നു നിൻ മുൻപിലെന്നുമെന്നും. കേഴുന്നു നിന്ദാസർ മക്കൾ ഞങ്ങൾ, താഴ്ത്തുന്നു നിൻ മുൻപിലെന്നുമെന്നും. ആത്മാവേ പരിശുദ്ധാത്മാവേ ആഴത്തിലിറങ്ങി വന്നിടണേ. കേഴുന്നു നിന്ദാസർ മക്കൾ ഞങ്ങൾ, താഴ്ത്തുന്നു നിൻ മുൻപിലെന്നുമെന്നും. കേഴുന്നു നിന്ദാസർ മക്കൾ ഞങ്ങൾ, താഴ്ത്തുന്നു നിൻ മുൻപിലെന്നുമെന്നും. വാനമേഘത്തിൽ നിന്നും നീ ശക്തിയോടിറങ്ങി വന്നിടണേ. വാനമേഘത്തിൽ നിന്നും നീ ശക്തിയോടിറങ്ങി വന്നിടണേ. ദാസരാകും ഞങ്ങളെ നീ സ്നേഹത്താലും നിപ്പിച്ചിടണമേ. ദാസരാകും ഞങ്ങളെ നീ സ്നേഹത്താലും നിപ്പിച്ചിടണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ ആഴത്തിലിറങ്ങി വന്നിടണേ. ആത്മാവേ പരിശുദ്ധാത്മാവേ ആഴത്തിലിറങ്ങി വന്നിടണേ. കേഴുന്നു നിന്ദാസർ മക്കൾ ഞങ്ങൾ, താഴ്ത്തുന്നു നിൻ മുൻപിലെന്നുമെന്നും. കേഴുന്നു നിന്ദാസർ മക്കൾ ഞങ്ങൾ, താഴ്ത്തുന്നു നിൻ മുൻപിലെന്നുമെന്നും. പെന്തക്കോസ്ത തിരുനാളിന് ഒരുക്കമായുള്ള ഈ പ്രാർത്ഥനയുടെ ദിനങ്ങളിൽ 8-ാം ദിവസമായ ഇന്ന് ഈ ദിവസത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലി നമുക്ക് പരിശുദ്ധാത്മാവിനോട് കേണപേക്ഷിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങേ വിശ്വസ്തതയുടെയും സ്നേഹത്തിൻ്റെയും അഗ്നിയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിക്കണമേ. പിതാവേ, അങ്ങയുടെ വിശ്വസ്തരുടെ ഹൃദയങ്ങളെ അവിടുത്തെ ആത്മാവിൻ്റെ വെളിച്ചത്താൽ നയിക്കുമല്ലോ. അങ്ങേ ആത്മാവിനെ ഞങ്ങൾക്കും തരണമേ. അങ്ങേ ദിവ്യ പ്രചോദനത്താൽ സത്യത്തെ തിരിച്ചറിയുവാനും നല്ലത് രുചിച്ചറിയുവാനും എപ്പോഴും അങ്ങേ സാന്ത്വനത്തിൻ്റെ പരിമളം അനുഭവിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സൃഷ്ടാവും പിതാവും സംരക്ഷകനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് വെളിപ്പെടുത്താനായി മനുഷ്യാവതാരം ചെയ്ത ഈശോയെ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണ് ഈശോ എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ലോകസ്ഥാപനം മുതൽ അങ്ങേ ദിവ്യ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. സിഹിയോനൂട്ടുശാലയിൽ ദാഹത്തോടെ കാത്തിരുന്ന പരിശുദ്ധ അമ്മയുടെയും സ്ലീഹന്മാരുടെയും മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ, ഈ സമൂഹത്തിന്റെ മേലും ഇറങ്ങി വരണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ. അവിടുത്തെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും ആത്മാവേ, ഞങ്ങൾക്ക് ആഴമുള്ള ദൈവസ്നേഹാനുഭവത്തിലും വിശ്വാസത്തിലും വളരാൻ ആവശ്യമായ കൃപ തരണമേ. ആമേൻ. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 37 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പസ്തോലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പാപമോചനത്തിനായി എല്ലാവരും
യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്കും ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അവൻ മറ്റു പല വചനങ്ങളാലും അവർക്ക് സാക്ഷ്യം നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവിനെന്ന് ഉപദേശിക്കുകയും ചെയ്തു. അവൻ്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോട് ചേർന്നു. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താൽപ്പര്യപൂർവം പങ്കുചേർന്നു. എല്ലാവരിലും ഭീതി ഉളവായി. അപ്പസ്തോലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. അവർ ഏകമനസ്സോടെ താൽപ്പര്യപൂർവം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. രക്ഷയുടെ മാർഗം വെളിപ്പെടുത്താനായി പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ച ദൈവത്തോട് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാലും ദാനങ്ങളാലും നമ്മെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാലും ഫലങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ. ആദിമ ക്രൈസ്തവ സമൂഹത്തെ പോലെ ഞങ്ങൾക്കുള്ളവ പങ്കുവെക്കുന്നതിലൂടെ ദൈവരാജ്യം ഇവിടെ സ്ഥാപിതമാകുവാനായി കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാലും ഫലങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ. ഈശോയെ, അവിടുത്തെ അമ്മയെ ഞങ്ങൾക്കും അമ്മയായി നൽകിയല്ലോ. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഈ അമ്മയിലൂടെ ഞങ്ങൾ അങ്ങയിൽ എത്തിച്ചേരുവാൻ കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാലും ഫലങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങ് സ്ഥാപിച്ച കൂദാശകളെ ഏറ്റവും യോഗ്യതയോടെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഞങ്ങളെ തന്നെ കൂടുതൽ വിശുദ്ധീകരിക്കുവാൻ കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാലും ഫലങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ. എളിമ, അനുസരണം എന്നീ പുണ്യങ്ങളാൽ പരിശുദ്ധ അമ്മയെ അനുകരിച്ച് മറ്റുള്ളവരെ അങ്ങയിലേക്ക് അടുപ്പിക്കുവാൻ കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാലും ഫലങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധ ത്രിത്വത്തിന്റെ ഐക്യത്തോട് സാദൃശ്യമുള്ള ആദിമ ക്രൈസ്തവ സമൂഹത്തെ പോലെ ഞങ്ങളും കൂട്ടായ്മയുടെ ഐക്യത്തിൽ ശക്തിപ്പെടുവാൻ കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാലും ഫലങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ. ഓ ദൈവമേ, ഞങ്ങൾക്ക് സൗമ്യത എന്ന ഫലം നൽകണമേ. പരുഷമായ വാക്കുകളാലും പ്രവർത്തികളാലും മറ്റുള്ളവരെ വേദനിപ്പിക്കാനും മുറിപ്പെടുത്താനും ഞങ്ങൾക്ക് ഇടയാക്കാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരായി ഞങ്ങൾ ഒരിക്കലും മാറാതിരിക്കട്ടെ. മറ്റുള്ളവർ ഞങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ അവരോട് പെരുമാറുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. രോഗികളോടും ദുഃഖിതരോടും പ്രായമായവരോടും അവശരോടും കരുണയും കരുതലുമുള്ളവരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന.
ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. മഹത്വം 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 മഹത്വം. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ എനിക്ക് നന്ദി 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 നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന. നന്ദി 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 നന്ദി. യേശുവേ നന്ദി ആരാധന ആരാധന ആരാധന. യേശുവേ അങ്ങേക്ക് മഹത്വം മഹത്വം ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.